fabrication. Okay. So നിങ്ങളുടെ IC ഫാബ്രിക്കേഷനിൽ ഡിഫറെന്റ് പ്രോസസ്സസ് ഫെമിലറൈസ് ചെയ്തു. ദെൻ ആ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് how we are fabricating the components. Okay. Now അതിൽ റെസിസ്റ്റർ ഫാബ്രിക്കേഷൻ ഫെമിലറൈസ് ചെയ്തു അല്ലേ? അത് ഓക്കെ അല്ലേ? സോ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം റെസിസ്റ്ററിന്റെ ഇക്വേഷൻ ഒന്ന് ഓർക്കുക, റോയൽ ബൈ എ. സോ in order to control these parameters, what we are doing, we are choosing a particular specified area. Okay, that is specified length and area of cross section. Then so നിങ്ങൾക്ക് L A നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാം. ദെൻ റെസിസ്റ്റിവിറ്റി, in order to control resistivity we are controlling the impurity concentration. So impurity concentration add ചെയ്തിട്ട് you can control the resistivity. So rho into L by A, required value of resistance നിങ്ങൾക്ക് obtain ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ രണ്ട് മെത്തേഡ്സ് പറഞ്ഞു, ഡിഫ്യൂഷൻ റെസിസ്റ്ററും അതേപോലെ തിൻ ഫിലിമും. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് കപ്പാസിറ്റർ. സോ കപ്പാസിറ്ററിന്റെ കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ എന്താ A into epsilon divided by D അല്ലേ? സോ കപ്പാസിറ്ററിന്റെ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കപ്പാസിറ്റൻസ് ഇസ് ഗിവൺ ബൈ A epsilon by D. Okay, as you know, capacitor എന്ന് പറഞ്ഞാൽ we will be having two parallel plates, that is one is negative and one is positive. Parallel electrodes separated by a dielectric medium. This will form the capacitor. And A is the area of cross section of the plates, D is the distance between them, and epsilon is the dielectric constant. Okay, so ഇവിടെ ഒരു മീഡിയം ഉണ്ടാവും, dielectric constant is epsilon. അപ്പോൾ നമുക്ക് ഇവിടെയും കപ്പാസിറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസിയിലും വി റിക്വയർ ദീസ് തിങ്സ്. അതായത് നിങ്ങൾക്ക് രണ്ട് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് വേണം, അതിന്റെ ഇടയിൽ എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് അല്ലേ? സോ നമ്മൾ ഇതേപോലെ ഒരു റീജിയൻ ആണ് നമ്മുടെ ഐസിയിൽ സിലിക്കൺ വേഫറിൽ ഫോം ചെയ്യാൻ പോകുന്നത്. സോ ഡിഫറെന്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ്: diffused capacitor, thin film capacitors, and trench capacitors. So first one is diffused capacitor fabrication. In diffused capacitor fabrication, so നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയോഡിന്റെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് കേട്ടിട്ടില്ലേ? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡില് ഡയോഡ് ഒരു കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമോ? അല്ല, അവിടെ എന്തെങ്കിലും ഡയോഡ് ഒരു ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അവിടെ എന്താണ് ഇവിടെ ഹിയർ ഇഫ് വി ഹാവ് എ പി എൻ ജംഗ്ഷൻ, നമുക്ക് എന്താണ് ദിസ് പി റീജിയൻ ആൻഡ് എൻ റീജിയൻ ആക്ട് ആസ് കണ്ടക്ടിങ് പ്ലേറ്റ്സ് അല്ലെ? ബിക്കോസ് രണ്ടിനും എന്താണ് രണ്ട് പൊളാരിറ്റി ആണ്. നമുക്ക് കണ്ടക്ടിങ് പ്ലേറ്റ്സ് എപ്പോഴും ഒന്ന് പോസിറ്റീവ് പൊളാരിറ്റി നെഗറ്റീവ് പൊളാരിറ്റി ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്. സോ ഹിയർ ഇഫ് യു ഹാവിങ് എ പി എൻ ജംഗ്ഷൻ, എന്തായിരിക്കും? These will be have polarities, positive and negative polarity. So P and N region will act as parallel plates, and dielectric എന്താ? ഇതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ രണ്ട് പാരലൽ, we have two parallel plates, and dielectric എന്താ വരുക? The separation between them. ഒരു പി എൻ ജംഗ്ഷൻ കപ്പാസിറ്ററിൽ ഡൈലക്ട്രിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താ? ഡിപ്ലീഷൻ റീജിയൻ. Okay, so we will be having a depletion region at the junction. This depletion region will act as the dielectric medium. Okay, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിഫ്യൂസ്ഡ് കപ്പാസിറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. സിംപ്ലി we are forming a PN junction. So P and N regions act as the plates of the capacitor, and the depletion region between them will be the dielectric. Okay, അപ്പോൾ ഒരു PN junction ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ we can be a capacitor. So P and N regions are formed by diffusion that act as capacitor plates, and the dielectric region is the depletion region between the P and N regions. Okay, or
depletion region at the junction. And by patterning SiO2, metal contacts are made by metal deposition. That is, നിങ്ങൾ ഈ diagram നോക്കുക. We have a substrate, we have a silicon substrate, and here by patterning, അപ്പോൾ നമ്മൾ ഈ ഒരു particular region, ഇത്രയും regionിൽ, അതായത് ഇതിലും നമ്മുടെ പ്ലേറ്റ്സിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം, അതും കൂടെ കപ്പാസിറ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. സോ അക്കോർഡിംഗ് ടു ദ ഡയമെൻഷൻസ് എന്താണ്, വി ആർ മേക്കിംഗ് എ മാസ്ക്. നിങ്ങളൊരു മാസ്ക് മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു റീജിയൻ, സോ ഇത്രയും ഉള്ള ഒരു റീജിയൻ സെലക്ട് ചെയ്യും. ഇവിടെ എൻ മാർക്ക് ചെയ്ത് ഇത്രയും റീജിയൻ സെലക്ട് ചെയ്യും. ആൻഡ് ബൈ സെലക്റ്റീവ് ഡോപ്പിംഗ്, ഓക്കെ, സെലക്റ്റീവ് ഡോപ്പിംഗ് ഈ റീജിയനിൽ എന്ത് ചെയ്യും, ഇത്രയും റീജിയനിൽ എൻ ടൈപ്പ്, അത് മോസ്റ്റ്ലി ഡിഫ്യൂഷൻ ആയിരിക്കൂല. അയോൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ റീജിയനിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ വേണം, അതായത് ഇത്രയും ഡെപ്തിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡോപ്പിംഗ് വേണമെങ്കിൽ എന്താണ്, ഹിയർ വി ഹാവ് ടു യൂസ് അയോൺ ഇംപ്ലാന്റേഷൻ. ഓർക്കുക, ഡിഫ്യൂഷൻ, അയോൺ ഇംപ്ലാന്റേഷൻ രണ്ടും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ്. അതിൽ അയോൺ ഇംപ്ലാന്റേഷൻ ഡിഫ്യൂഷനിലാണെങ്കിൽ സർഫസിലായിരിക്കും മാക്സിമം കോൺസെൻട്രേഷൻ കിട്ടുക. ഇവിടെ നമുക്ക് അറ്റ് എ ഡെപ്ത് വി നീഡ് മാക്സിമം കോൺസെൻട്രേഷൻ, ഹെൻസ് we can use ion implantation. Okay, so by using ion implantation or diffusion, ഒരു n region create ചെയ്തു. Then above that again നിങ്ങൾ മാസ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ p type impurities ആഡ് ചെയ്യും. Okay, so initially n type impurities ആഡ് ചെയ്യും, then above that you are adding p type impurity. ഇതൊന്നും ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ നമ്മൾ ആ സ്ട്രക്ചർ മാത്രം ഫെമിലറൈസ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഫസ്റ്റ് നിങ്ങൾ ഒരു വേഫർ എടുക്കും, ദെൻ ഇതിലെന്ത് ചെയ്യും, SiO2 ലെയർ കോട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്ത് അത് പാറ്റേൺ ചെയ്ത് ഇങ്ങനെ ഒരു റീജിയൻ ഓപ്പൺ ചെയ്യും. ഓക്കെ, ദെൻ ആ പെർട്ടിക്കുലർ റീജിയനിൽ എന്ത് ചെയ്യും, എൻ ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യും. ഓക്കെ, എഗെയിൻ എന്ത് ചെയ്യും, ഈ സബ്സ്ട്രേറ്റ് നെക്സ്റ്റ് മാസ്കിന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എൻ ടൈപ്പ് ഇംപ്യൂരിറ്റീസ് ഫോം ചെയ്തു, ഇവിടെ സബ്സ്ട്രേറ്റ്, ഹിയർ എൻ ടൈപ്പ് റീജിയൻ, എഗെയിൻ ആൻ ഓപ്പണിംഗ് ഈസ് ക്രിയേറ്റഡ് ഹിയർ. എഗെയിൻ നിങ്ങൾ മാസ്ക് ചെയ്തു, അത് ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്ത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഹിയർ വി ആർ ആഡിങ് പി ടൈപ്പ് ഇംപ്യൂരിറ്റീസ്. ഓക്കെ, ദസ് വി ക്യാൻ ഫോം എ PN ജംഗ്ഷൻ. ഓക്കെ, ഇതിൽ എല്ലാ സ്റ്റെപ്പും കാണിച്ചിട്ടില്ല, ഇതുപോലെ ഡിഫറെന്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ടാവും. ദെൻ PN ജംഗ്ഷൻ ഫോം ചെയ്യും. ഓക്കെ, സോ അറ്റ് ദ PN ജംഗ്ഷൻ ദർ വിൽ ബി, അങ്ങനെ ഒരു പി റീജിയൻ എൻ റീജിയൻ വരുമ്പോൾ എന്താണ്, ഷുവർലി ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഓക്കെ, അറ്റ് ദ ജംഗ്ഷൻ ദർ വിൽ ബി എ ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, സോ നൗ അവർ പി പ്ലേറ്റ്, ഇവിടെ നമ്മുടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് പി ആക്ട് ചെയ്യും, നെഗറ്റീവ് പ്ലേറ്റ് ആയിട്ട് എൻ ആക്ട് ചെയ്യും. ദെൻ ദിസ് വിൽ ബി ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ ബി ദ ഡൈഇലക്ട്രിക് മീഡിയം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈ രണ്ട് പ്ലേറ്റ്സ് നമ്മുടെ ടെർമിനൽസ് അല്ലെ, കപ്പാസിറ്ററിന്റെ രണ്ട് ടെർമിനൽസ് 1 and 2 വരുന്നത് ഈ രണ്ട് പാരലൽ പ്ലേറ്റ്സ് എന്നാണ്. സോ വി ഹാവ് ടു മേക്ക് കോണ്ടാക്ട് പോയിന്റ്സ്, മെറ്റൽ കോണ്ടാക്ട്സ്. സോ അഗൈൻ എന്ത് ചെയ്യും, ഈ സിലിക്കൺ പാറ്റേൺ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നമ്മുടെ പി ടൈപ്പ് റീജിയനിലേക്ക് കോണ്ടാക്ട് കിട്ടുന്ന ഒരു മെറ്റൽ ഡെപ്പോസിഷൻ here n type regionിലേക്ക്. Okay, so p type region n type region we are making contacts by metal deposition process. Thus we can form a diffused capacitor. Okay, so diffused capacitor simply we are creating a PN junction to act as a capacitor. Okay, the next is thin film capacitor fabrication. Thin film capacitor fabrication, one plate of the capacitor is formed by diffusing a heavily doped N region. Okay, heavily doped N region, and this is shown as N plus. Okay, so by patterning this region, we are adding impurities. So high level of doping on it. So that is why it is shown as N plus. Okay, so we are forming a heavily doped N plus region. Next, second plate is, so this will act as one plate of the capacitor, and other plate is formed by depositing a thin layer of aluminum on SiO2. So ഈ ഒരു വേഫറിന്റെ സർഫസിൽ എന്ത് ചെയ്യും, SiO2 ലെയർ ക്രിയേറ്റ് ചെയ്യും. above that a thin film. ഓക്കെ, ഇവിടെ ഈ ഒരു സാധനം thin film of aluminum is deposited, അതായത് മെറ്റൽ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും. So one of the plate will be this one, N plus. Second plate will be this thin layer of aluminum. Okay, in between there is SiO2 layer which acts as the dielectric medium. So by giving contact points, ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ഈ നമ്മൾ അപ്ലൈ ചെയ്ത കോട്ട് ചെയ്ത തിൻ അലൂമിനിയം ലെയർ, അത് ഡയറക്ട്ലി ഒരു കോണ്ടാക്ട് ആയിരിക്കും.
Then second one is our N plus region. Okay. So capacitor can be formed by depositing a layer of aluminum on SiO2. Okay. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യം എപ്പോഴും ഓർക്കും. നിങ്ങൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓർക്കുന്നുണ്ട്. നമുക്കൊരു രണ്ട് പാരലൽ പ്ലേറ്റ്സും അതേപോലെ എന്താണ് ഡയലക്ട്രിക് മീഡിയം അത് മാത്രമേ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ തിൻ ഫിലിം കപ്പാസിറ്ററിൽ വൺ ഓഫ് ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് N പ്ലസ് റീജിയൻ. സോ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലൊരു വേഫർ എടുക്കും, അതിന്റെ മേലെ എന്ത് ചെയ്യും, SiO2 കോട്ട് ചെയ്യും. ദെൻ ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്ത് പാറ്റേൺ ചെയ്ത് ഇതുപോലൊരു റീജിയൻ ഇവിടെ എച്ചിങ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതുപോലൊരു N പ്ലസ് റീജിയൻ ഫോം ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് അഗൈൻ എന്ത് ചെയ്യും, ഈ ഫോട്ടോ റെസിസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സിലിക്കൺ ഡയോക്സൈഡിന്റെ മേലെയായിട്ട് എന്ത് ചെയ്യും, തിൻ ലെയർ ഓഫ് അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് തിൻ ലെയർ ഓഫ് അലൂമിനിയം വിൽ ആക്ട് ആസ് ദ സെക്കൻഡ് കണ്ടക്ടിങ് പ്ലേറ്റ്. ഓക്കെ. ഇതൊരു കണ്ടക്ടിങ് പ്ലേറ്റ്, ഇതൊരു കണ്ടക്ടിങ് പ്ലേറ്റ്. SiO2 between them SiO2 layer ഉണ്ട്, that will act as the dielectric medium. Okay. Now മെറ്റൽ ഡെപ്പോ നമ്മൾ എന്താണ് ഈ കണക്ഷൻ കൊടുത്താൽ മതി. N പ്ലസ് റീജിയനിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീജിയൻ എന്ത് ചെയ്യാം, നമുക്ക് അലൂമിനിയത്തിന് എടുത്തു കഴിഞ്ഞാൽ we can form the capacitor. Okay. So that is thin film capacitor fabrication. Okay. And next is trench capacitor. As the name indicates, നിങ്ങൾ ഇതിന്റെ പേര് ഓർത്താൻ, ട്രഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു നമുക്ക് എന്താണ് ഒരു പിറ്റാണ് അല്ലെ, ഇതുപോലെ ഒരു ഡെപ്തിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ട്രഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. സോ വി ആർ ക്രിയേറ്റിംഗ് എ ട്രഞ്ച്. ഇവിടെയും വേഫർ എന്ത് ചെയ്യും, മാസ്ക് ചെയ്ത് ബൈ യൂസിങ് ഫോട്ടോലിത്തോഗ്രഫി എ ട്രഞ്ച് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ട്രഞ്ച്. ദെൻ SiO2 is deposited by chemical vapor deposition process. Okay. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, SiO2 ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും, SiO2 ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. ഇൻസൈഡ് ദാറ്റ് എ പോളിസിലിക്കൺ ഈസ് ഗ്രോൺ. ഓക്കെ. പോളിസിലിക്കൺ എന്ന് പറഞ്ഞാൽ ഓർക്കുക, നമ്മുടെ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ പ്യൂരിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം ബിഫോർ ക്രിസ്റ്റൽ ഗ്രോത്ത് ടെക്നിക് എന്താണ്, പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്ന 99% പ്യൂർ ആയിട്ടുള്ള പോളിസിലിക്കൺ. ഓക്കെ. അതിനെ പിന്നെ നിങ്ങൾ ക്രിസ്റ്റൽ ഗ്രോത്ത് ചെയ്തിട്ടാണ് മോണോസിലിക്കൺ ആയിട്ട് സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് പോളിസിലിക്കൺ ആക്ച്വലി നമുക്ക് ഈ ഒരു മെറ്റലിന്റെ ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ. അപ്പൊ പോളിസിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലിന്റെ ഫംഗ്ഷൻ ചെയ്യും. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, വി ആർ ഫോമിങ് എ ട്രഞ്ച്, ക്രിയേറ്റിംഗ് എ ട്രഞ്ച് ഇൻ ടു ദ വേഫർ. ഇൻ ദാറ്റ് ബൈ യൂസിങ് കെമിക്കൽ വെപ്പർ ഡെപ്പോസിഷൻ SiO2 ലെയർ ഈസ് ഫോംഡ്. ഓക്കെ. ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത് നോക്കുക, ദിസ് ഇസ് ദ SiO2 ലെയർ. Then inside that a polysilicon layer is grown. Okay. So ഇവിടെ നമ്മുടെ silicon substrate will act as one plate and polysilicon will act as the second plate of the capacitor and SiO2 will be the dielectric medium between that. Okay. So ഇങ്ങനെയും എന്ത് ചെയ്യാം, കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്യാം. ഇങ്ങനെ ട്രഞ്ച് കപ്പാസിറ്റേഴ്സ് ഫോം ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സ്പേസ് അല്ലെ, നമ്മുടെ ഐസിയിൽ കുറച്ച് സ്പേസ് മാത്രമേ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ രണ്ട് കേസും കമ്പയർ ചെയ്യുമ്പോൾ ട്രഞ്ച് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് യൂട്ടിലൈസസ് മിനിമം സ്പേസ് ഇൻ ദ വേഫർ. ഓക്കെ. നമുക്ക് കുറെ ഒരുപാട് ഹൈ ഡെൻസിറ്റി ഒരുപാട് കമ്പോണൻസ് ഉള്ള ഒരു IC ആണെങ്കിൽ, ഇതുപോലുള്ള ട്രഞ്ച് കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എന്താണ്, അവിടെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ദീസ് ആർ ദ 3 ടെക്നിക്സ് ഫോർ ക്രിയേറ്റിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ കപ്പാസിറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട അതേ ഉള്ളൂ, നമുക്ക് രണ്ട് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് വേണം, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഒരു ഡയലക്ട്രിക് മീഡിയം ഫോം ചെയ്യണം. അത് ഡിഫറെന്റ് ടൈപ്പിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ 3 മെത്തേഡ്സ് ഉള്ളത്. ഓക്കെ. കപ്പാസിറ്റർ ഫാബ്രിക്കേഷൻ ക്ലിയർ ആണോ? നൗ നെക്സ്റ്റ് കമ്പോണന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡയോഡ്സ് ആണ്. ഡയോഡ്സിന്റെ കേസ് നമ്മളിപ്പോ കപ്പാസിറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് അല്ലെ, ഒരു PN ജംഗ്ഷൻ മാത്രമേ നമുക്ക് ഫോം ചെയ്യാനുള്ളൂ. ഇപ്പൊ ഡയോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, വി റിക്വയർ എ PN ജംഗ്ഷൻ. സോ 2 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ. 2 ടെർമിനൽ ഡിവൈസ്, ഒരു P ടൈപ്പ് റീജിയൻ ഒരു N ടൈപ്പ് റീജിയൻ ഉണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ഫോം PN ജംഗ്ഷൻ. സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഒന്ന് നോക്കാം. First we are taking a silicon wafer and an oxide layer is grown on the top of the silicon wafer
for patterning. Okay, so first initially we are taking a substrate and SiO2 layer is grown above it. Okay, by oxidation process. നിങ്ങൾക്കറിയാം SiO2 ലെയർ ഫോം ചെയ്യാൻ വി ആർ അപ്രോച്ചിങ് ഓക്സിഡേഷൻ പ്രോസസ് യൂസ് ചെയ്താൽ മതി. ഇവിടെ എന്താ SiO2 ലെയർ ഫോം ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഓപ്പണിംഗ് എ വിൻഡോ by lithography process and etching, and n-type epitaxial layer is formed. Okay, so നമ്മളിവിടെ എന്ത് ചെയ്യും, ഒരു മാസ്ക് യൂസ് ചെയ്തിട്ട്, അതായത് ഒരു മാസ്ക് യൂസ് ചെയ്ത് ഈ ഒരു ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാസ്ക് യൂസ് ചെയ്യും. ദെൻ ലൈറ്റിന് എക്സ്പോസ് ചെയ്യും. ലൈറ്റിന് എക്സ്പോസ് ചെയ്തിട്ട് ഈ ഒരു റീജിയനിലുള്ള SiO2 മാത്രം എന്ത് ചെയ്യും, എച്ച് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, ദെൻ ബൈ epitaxial growth, epitaxy technique, we are growing an n-type layer. Okay, so a window is opened in the SiO2 layer, and by etching the SiO2 layer is removed from that position, and into that opening we are growing an epitaxial layer. Okay, n-type epitaxial layer is formed. Okay, ഇപ്പൊ ഒന്ന് പെൻസിലോണ്ട് അങ്ങനെ വെച്ച് റഫായിട്ട് വരച്ച് വെച്ചോ നിങ്ങൾ. ഞാൻ തന്ന മെറ്റീരിയൽ നോട്ട് നോക്കിയിട്ട് നീറ്റായിട്ട് വരച്ചോ കേട്ടോ. ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഒന്ന് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. അഗെയിൻ നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, വി ഹാവ് ടു ഫോം എ p-type region. So again SiO2 layer is patterned to add p-type impurities. Okay, so again എന്ത് ചെയ്യും, വേറൊരു മാസ്ക്, സെക്കൻഡ് മാസ്ക് യൂസ് ചെയ്യും. അതായത് നേരത്തെ നമ്മൾ N-ന് ഇത്രയും റീജിയൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ. സോ ഫോർ P we have to select this region. So again ഒരു മാസ്ക് യൂസ് ചെയ്ത് ലിത്തോഗ്രഫി പ്രോസസ്സിൽ ആ റീജിയൻ മാത്രം സെലക്ട് ചെയ്ത് എച്ചിങ്ങിലൂടെ എന്ത് ചെയ്തു, അവിടെ റിമൂവ് ചെയ്തു. then ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. then we are diffusing p-type impurities. Okay, diffusing, that is trivalent atoms to create the P region. Okay, so trivalent impurities are added to create P region. Okay, now എന്താ, നമുക്ക് ഇവിടെ ഒരു PN junction ഫോം ചെയ്തു. ഇനി എന്താ വേണ്ടേ, ഡയോഡിന്റെ P region ആയി N region ആയി we have to get the two terminals അല്ലെ. സോ ബൈ മെറ്റൽ ഡെപ്പോസിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനും എന്ത് ചെയ്യണം, നമുക്കിപ്പം N region, ഈ N regionൽ ഒരു സ്ഥലത്തേക്ക് കോണ്ടാക്ട് കിട്ടണം അല്ലെ, പിന്നെ P regionൽ ഒരു സ്ഥലത്തേക്കും കോണ്ടാക്ട്. അപ്പൊ രണ്ട് കോണ്ടാക്ട് പോയിന്റ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് അഗെയിൻ വി ആർ പാറ്റേണിംഗ് ദ വേഫർ സർഫസ് ടു ഫോം ദ ടു ക്രിയേറ്റ് ദ മെറ്റൽ കോണ്ടാക്ട് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ആ P regionൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലും N regionൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലും എന്ത് ചെയ്യും, വി ആർ ഡെപ്പോസിറ്റിംഗ് മെറ്റൽ ടു ഗെറ്റ് ദ കോണ്ടാക്ട് പോയിന്റ്സ്. സോ ഈ 1, 2 എന്ന് മാർക്ക് ചെയ്തത് നമ്മുടെ ഡയോഡിന്റെ ഇവിടെ ഞാൻ N-ൽ 2ഉം P-ൽ 1ഉം ആണ് അല്ലേ. സോ ഇതുപോലെ ഈ രണ്ട് റീജിയൻസ്, സോ നമുക്ക് ഇവിടെ 1, 2ൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡയോഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഡയോഡ് ഫാബ്രിക്കേഷൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ? ക്ലിയർ അല്ലേ? ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ലിത്തോഗ്രഫി എന്നുള്ള കോൺസെപ്റ്റും ഡിഫ്യൂഷനും എല്ലാം ക്ലിയർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ലിത്തോഗ്രഫി എന്നുള്ള ഇത് കുഴപ്പമില്ലല്ലോ. ഇതിൽ ലിത്തോഗ്രഫി മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ആ പാറ്റേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ ആണോ? ആ പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ളവർക്കോ? ക്ലിയർ ആണോ? കുറച്ചും കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ട്രാൻസിസ്റ്റേഴ്സ്. സോ നെക്സ്റ്റ് നമുക്ക് ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേഷൻ ആണ്. നിങ്ങൾക്കറിയാം ട്രാൻസിസ്റ്റർ ഇസ് ദ മെയിൻ കമ്പോണന്റ് അല്ലേ. നമ്മുടെ IC ഫാബ്രിക്കേഷനിൽ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഫാബ്രിക്കേഷൻ നോക്കാനുണ്ട്, BJT ആൻഡ് FET. അറിയാലോ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. 2 types ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ ദയർ. അത് രണ്ടും നമ്മൾ പല ആപ്ലിക്കേഷൻസിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സോ ഫസ്റ്റ് ഓഫ് ഓൾ BJT. സോ BJTന്റെ കേസിൽ പറയുകയാണെങ്കിൽ വി ഹാവ് BJT എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അല്ലെ, ഏതൊക്കെ ടൈപ്പാ? വി ഹാവ് NPN ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സ്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വി ഹാവ് 3 regions: emitter, base and collector. Okay, emitter, base and collector regions are there. ഈ വരച്ചതനുസരിച്ച് തന്നെ നിങ്ങൾ ഒരു കാര്യം അതിന്റെ സൈസ് ഒന്ന് നോക്കുക, ഡയമെൻഷൻ. ഓക്കെ, സോ കളക്ടർ വിൽ ബി ഹാവിങ് എന്താണ് ലാർജ് സൈസ് അല്ലെ, ബേസ് സ്മോൾ സൈസ്, എമിറ്റർ മോഡറേറ്റഡ് ആയിരിക്കും അതിന്റെ സൈസ്. ദെൻ നെക്സ്റ്റ് തിങ് ഡോപ്പിംഗ് ആണ്. ഓക്കെ, എമിറ്റർ ബേസ് കളക്ടറിൽ ഇറ്റ് ക്യാൻ ബി NPN ട്രാൻസിസ്റ്റർ ഓർ PNP ട്രാൻസിസ്റ്റർ അല്ലെ, ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും NPN ഓർ PNP. സോ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്താണ്, എമിറ്റർ ആൻഡ് കളക്ടർ N ടൈപ്പ് ഡോപ്പിംഗ് വേണം, ബേസ് P ടൈപ്പ്. ഓക്കെ, ഇനി PNP ആണെങ്കിൽ എമിറ്റർ ആൻഡ് കളക്ടർ P ടൈപ്പ്, ബേസ് N ടൈപ്പ് ആയിരിക്കും. സോ അക്കോർഡിംഗ്ലി 2 types ഓഫ് നമുക്ക് റിക്വയർമെന്റ് ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഫോം ചെയ്യാം. ദെൻ അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, വേറൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്ന് അതിന്റെ ഡയമെൻഷൻ ഓർക്കുക. ദ 3 dimensions ആർ നോട്ട് സെയിം അല്ലെ, എമിറ്റർ ബേസ് കളക്ടറിന്റെ ഡയമെൻഷൻ ഡിഫറെന്റ് ആണ്. അതേപോലെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, NPN ആയാലും PNP ആയാലും എന്താണ്, എമിറ്റർ റീജിയൻ ഇസ് ഹെവിലി ഡോപ്ഡ് ആൻഡ് ബേസ് ഇസ് ലൈറ്റ്ലി ഡോപ്ഡ് വേർ കളക്ടർ ഇസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. ഈ ഒരു കാര്യം ഓർക്കുക. ഓക്കെ, സോ അതിന്റെ ഡോപ്പിംഗ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ, അപ്പൊ നമുക്ക് മൂന്നും കൂടെ ഒരുമിച്ച് അങ്ങ് ഡിഫ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 1 by 1 ആയിട്ട് തന്നെ ആഡ് ചെയ്യേണ്ടി വരും ഇമ്പ്യൂരിറ്റീസ്. കാരണം എമിറ്റർ റീജിയൻ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സെയിം ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ അല്ല ബേസിന് വരുന്നത്, ആ സെയിം അല്ല കളക്ടറിന് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വിചാരിക്കും നമുക്കിവിടെ എമിറ്ററും കളക്ടറും സെയിം ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് അല്ലെ. ഇപ്പം PNP ആണെങ്കിൽ രണ്ടും P ആണ്, NPN ആണെങ്കിൽ രണ്ടും N ആണ്. ബട്ട് നമുക്കത് ഒരേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എമിറ്ററിൽ എന്താണ് ഹൈ കോൺസെൻട്രേഷൻ വേണം, കളക്ടറിൽ മോഡറേറ്റ് കോൺസെൻട്രേഷൻ ആണ് അല്ലെ, ബേസ് വെരി ലെസ് ഡോപ്പ് ആണ്. So according to these dimensions and doping concentration, we have to create the BJT. Okay. So usually നമ്മൾ ചെയ്യുന്ന കാര്യം, collector doping concentration is same as the starting wafer concentration. അതായത് നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റിന്റെ സെയിം കോൺസെൻട്രേഷൻ ആയിട്ടാണ് ഏതിനെടുക്കുന്നത്, കളക്ടർ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ കളക്ടർ കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് സെയിം ആസ് ദ സബ്സ്ട്രേറ്റ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതർ P ടൈപ്പ് അല്ലെങ്കിൽ N ടൈപ്പ്, നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ തന്നെയാണ് എന്തായിട്ട് എടുക്കുന്നത്, കളക്ടർ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൈ ലിത്തോഗ്രഫി ആൻഡ് ഡിഫ്യൂഷൻ പ്രോസസ്, കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഇംപ്യൂരിറ്റീസ് were added at specific location to form this emitter base and collector region. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓരോന്നിന്റെയും ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതത് ലൊക്കേഷനിൽ നമ്മൾ റീജിയൻസ് സെലക്ട് ചെയ്യും. ദെൻ ഓരോന്നിന്റെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ corresponding ആയിട്ട് by diffusion process controlled amount of impurities are added to form the emitter, base and collector regions. Okay, then we have to create contact points അല്ലെ. അവിടെ നമുക്ക് emitter terminal, base terminal, collector terminal, ആ 3 contact points create ചെയ്യണം by metal deposition process. Okay, so ഈ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് 2 രീതിയിൽ ഫോം ചെയ്യാം, laterally or vertically. So first lateral arrangement ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് യു ക്യാൻ ടേക്ക് എ സബ്സ്ട്രേറ്റ്. ഇൻ ലാറ്ററൽ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നത് ഈ NPN ട്രാൻസിസ്റ്റർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ NPN റീജിയൻസ്. സോ എന്ത് ചെയ്യണം, നമ്മുടെ ഇത് നിങ്ങൾക്ക് റീജിയൻ സെലക്ട് ചെയ്യുന്നത് സിംഗിൾ മാസ്കിൽ ചെയ്യാൻ പറ്റും. കാരണം എന്ത് ചെയ്താൽ മതി, ഇപ്പം ഞാൻ എമിറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റീജിയൻ, ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റീജിയൻ, കളക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ, ഇത് സെയിം മാസ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സിംഗിൾ മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ലിത്തോഗ്രഫി പ്രോസസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ലൈറ്റിനെ എക്സ്പോസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇത്രയും റീജിയൻസിലുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ അല്ലാതെ നമ്മൾ ആ ഒരു സെന്റൻസ് മാത്രമേ പറയുന്നില്ല, ലിത്തോഗ്രഫി ആൻഡ് ഡിഫ്യൂഷൻ. അപ്പൊ പ്രോസസ്സ് നിങ്ങൾ ഓർക്കണം, നമ്മളിപ്പോ ഇത് എമിറ്റർ, ബേസ്, കളക്ടർ, ഇത്രയും റീജിയൻസിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തു, ലൈറ്റിനെ എക്സ്പോസ് ചെയ്തു, ദെൻ ഈ ഒരു റീജിയൻസിലുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഡോപ്പിംഗ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ ഞാൻ എമിറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെരി ഹൈ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അറ്റ് ദാറ്റ് ടൈം എന്ത് ചെയ്യണം, ഈ P റീജിയനും N റീജിയനും മാസ്ക് ചെയ്തിട്ട് വേണം ഇവിടത്തേക്ക് ഡിഫ്യൂസ് ചെയ്തിട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടി.
അതേപോലെ പി ടൈപ്പ് ബേസ് ആണെങ്കിൽ എന്താണ് വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ അവിടെ ആ സമയത്ത് എന്ത് ചെയ്യണം, ബാക്കിയുള്ള റീജിയൻസ് മാസ്ക് ചെയ്തിട്ട് ഇവിടെ ഡോപ്പിംഗ് ചെയ്യണം. ദെൻ എൻ റീജിയൻ കളക്ടർ വേണമെങ്കിൽ നമുക്ക് സബ്സ്ട്രേറ്റ് തന്നെ കളക്ടർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു കളക്ടർ റീജിയൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഓരോന്നും എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി ഡോപ്പ് ചെയ്യണം. കാരണം എന്താ, എല്ലാത്തിന്റെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ സെയിം അല്ല. ഓക്കെ, സോ എന്ത് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ഡോപ്പിംഗ് കഴിഞ്ഞ് ഡിഫ്യൂഷൻ വെച്ച് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ NPN റീജിയൻസ് ഫോം ചെയ്താൽ again we have to pattern to form the എന്താണ് ടു ഡെപ്പോസിറ്റ് മെറ്റൽ അല്ലെ മെറ്റൽ കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ഡെപ്പോസിഷൻ പ്രോസസ്സിന് വേണ്ടി പാറ്റേൺ ചെയ്ത് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ലാറ്ററൽ PNP. ഇതേ സാധനം വേർട്ടിക്കലിയും ചെയ്യാൻ പറ്റും. ഓക്കെ, വേർട്ടിക്കലി ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഡയോഡ് ചെയ്ത സെയിം പ്രൊസീജിയർ ഒന്ന് ഓർക്കുക. ആദ്യം ഈ ഒരു N ടൈപ്പ് റീജിയൻ ഫോം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ട്രേറ്റ് തന്നെ ആ റീജിയൻ ആയിട്ട് എടുക്കാം. N ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും, ആ സബ്സ്ട്രേറ്റ് തന്നെ കളക്ടർ ആയിട്ട് ഫോം ചെയ്യാം. ഓക്കെ, then above that P type region and above N type region. Okay, so this will be emitter base collector vertical NPN. ഇപ്പൊ ഇതിൽ നിങ്ങൾ ഓർക്കുക, വെർട്ടിക്കൽ NPN ആണെങ്കിൽ we can save the space അല്ലെ, കുറച്ചും കൂടെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ലാറ്ററൽ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ കൺസ്യൂം മോർ സ്പേസ് ഇൻ ദ വേഫർ സർഫസ്. ഓക്കെ, ക്ലിയർ ആണോ ട്രാൻസിസ്റ്ററിന്റെ കാര്യം? ഓക്കെ, ഗേൾസിന്റെ സൈഡിൽ നിന്ന് റെസ്പോൺസേ ഇല്ലല്ലോ. ഓക്കെ, നൗ അപ്പൊ നമ്മൾ BJTന്റെ കേസ് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ഡയഗ്രാം ടൈമില്ലെങ്കിൽ പിന്നെ പിന്നെ വരച്ചാൽ മതി കേട്ടാ, കുറച്ച് ടൈം എടുത്ത് വരച്ച് മനസ്സിലാക്കിയിട്ട് വരച്ചാൽ മതി. സോ നെക്സ്റ്റ് മോസ്ഫെറ്റ്. നമ്മൾ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിൽ മെയിൻ ആയിട്ട് ജെഫെറ്റ് മോസ്ഫെറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ IC ഫാബ്രിക്കേഷനിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റ് ആണ്. ഓക്കെ, സോ മോസ്ഫെറ്റ് ഫാബ്രിക്കേഷൻ ആണ് നെക്സ്റ്റ്. മോസ്ഫെറ്റ് സ്റ്റാൻഡ്സ് ഫോർ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. സോ ഒരു മോസ്ഫെറ്റിന്റെ കേസിൽ ഏതൊക്കെയാ റീജിയൻസ്, ഞാനിവിടെ എല്ലാം തൽക്കാലം അതിൻ്റെ അകത്തുള്ളത് പോട്ടെ. മോസ്ഫെറ്റിന്റെ ഏതൊക്കെയാ റീജിയൻസ് നിങ്ങൾ പറഞ്ഞേ, മോസ്ഫെറ്റിന്റെ റീജിയൻസ് ഏതൊക്കെയാ? ഡ്രെയിന്, സോഴ്സ്, സബ്സ്ട്രേറ്റ്, ഗേറ്റ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, പിന്നെ ഒരു സബ്സ്ട്രേറ്റ് ടെർമിനലും കൂടി ഉണ്ടാവും അല്ലെ. വേണമെങ്കിൽ നമുക്ക് 4 ടെർമിനൽ ആണെന്ന് പറയാം. അല്ല, സബ്സ്ട്രേറ്റ് ടെർമിനൽ നമ്മൾ എപ്പോഴും നമ്മുടെ സോഴ്സിനോട് ഷോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് അധികം പറയാറില്ല. എന്നാലും ദർ ഇസ് എ ടെർമിനൽ അല്ലെ, സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സബ്സ്ട്രേറ്റ്. ദെൻ അപ്പൊ നമുക്ക് ഇത്രയും റീജിയൻസ് ഫോം ചെയ്യണം ഒന്ന് ഓർക്കുക, സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ്. പിന്നെ പിന്നെ ഏതൊക്കെ ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്, ഏതൊക്കെയാ ടൈപ്സ്? അല്ല, അതല്ല, നമ്മൾ NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പോലെ അത് ചാനൽ ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടില്ല, എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും. അത് വർക്കിംഗ് ചെയ്യുന്ന ടൈപ്പാണ്. നമുക്ക് അതായത് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഈ ഡിപ്ലീഷൻ മോഡും എൻഹാൻസ്ഡ് മോഡും പറയുന്നത്. ഓക്കെ, അതർവൈസ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ വി ഹാവ് P ചാനൽ മോസ്ഫെറ്റ് ആൻഡ് N ചാനൽ മോസ്ഫെറ്റ് അല്ലെ, ഓർ വി ക്യാൻ സേ NMOS ആൻഡ് PMOS അല്ലെ. N ചാനൽ ഓർ P. ഇനിയിപ്പോ NMOS ആണെങ്കിൽ അതിന്റെ ഈ പറയുന്ന റീജിയൻസ് ഏത് ടൈപ്പ് ആയിരിക്കും? അതായത് NMOSൽ നമ്മുടെ സോഴ്സ്, ഡ്രെയിൻ, NMOS എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സോഴ്സ്, ഡ്രെയിൻ ഏത് ടൈപ്പ് ആയിരിക്കും NMOSൽ? സോഴ്സ് ആൻഡ് ഡ്രെയിൻ N ടൈപ്പ് ആയിരിക്കും. ഓക്കെ, PMOSലാണെങ്കിൽ എന്താണ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ P ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. പിന്നെ അതേപോലെ അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നല്ലോ, വാട്ട് ഈസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. എന്താ, നമുക്ക് ആ ഈ പറയുന്ന എല്ലാ ലെയേഴ്സും അതിനകത്ത് ഉണ്ടാവും. ഒരു മെറ്റൽ ലെയർ ഉണ്ടാവും, ഓക്സൈഡ് ലെയർ ഉണ്ടാവും, സെമി കണ്ടക്ടർ ലെയർ ഉണ്ടാവും അല്ലെ. സോ മെറ്റൽ, ആ ഓർഡറും അങ്ങനെ തന്നെയാണ്, മെറ്റൽ, ഓക്സൈഡ്,
സെമി കണ്ടക്ടർ. സോ എന്താണ് സെമി കണ്ടക്ടർ ലെയറിന്റെ മേലെ ഒരു ഓക്സൈഡ് ലെയർ, അതിന്റെ മേലെ ഒരു മെറ്റൽ ലെയർ. ഈ മെറ്റൽ ലെയർ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മെറ്റൽ ലെയർ ആണ് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഗേറ്റിന്റെ തൊട്ട് താഴെയുള്ള സെമി കണ്ടക്ടർ റീജിയൻ ആണ് നമ്മുടെ ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെ? പിന്നെ അതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പറയുന്ന സോഴ്സും ഡ്രെയിനും ഉള്ളത്. ഓക്കെ, അത് എൻമോസ് ആണെങ്കിൽ എൻ ടൈപ്പ് ആയിരിക്കും, പിമോസ് ആണെങ്കിൽ പി ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്ട്രക്ചറിനെ പറ്റി എല്ലാവർക്കും ഐഡിയ ഉണ്ട്. ഒരു മോസ്ഫെറ്റിന്റെ, സോ മോസ്ഫെറ്റിന്റെ കേസിൽ വി ഹാവ് 3 റീജിയൻസ്: ഗേറ്റ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ. ദർ ക്യാൻ ബി എൻമോസ് ഓർ പിമോസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇംപ്യൂരിറ്റി ആഡഡ് ഓർ ദ ചാനൽ. ഓക്കെ, ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇഫ് വി വാണ്ട് ടു ഫാബ്രിക്കേറ്റ് എൻമോസ് വി ആർ യൂസിങ് പി ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഓക്കെ, തിരിച്ച് ഇഫ് വി വാണ്ട് ടു ഫാബ്രിക്കേറ്റ് പിമോസ് വി ആർ യൂസിങ് എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഈ ഒരു പോയിന്റ് ഓർത്തോ, നമുക്ക് അടുത്ത ടെക്നോളജിയിൽ ആവശ്യമുണ്ടാവും. എൻമോസ് ആണെങ്കിൽ പി ടൈപ്പ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യും, പി ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, സോറി പിമോസ് ആണെങ്കിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ സ്റ്റെപ്പ് ഞാനൊരു സിംഗിൾ സ്റ്റെപ്പ്, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് പറയാം. ബിഫോർ ദാറ്റ് നിങ്ങൾ നോക്കണം, ഇതുപോലെ ഇത്രയും നമ്മുടെ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, സോ ഒരു എൻമോസിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ദിസ് ആൻ എൻമോസ്, വി ആർ ടേക്കിംഗ് പി ടൈപ്പ് സബ്സ്ട്രേറ്റ്. ഓക്കെ, പി ടൈപ്പ് സബ്സ്ട്രേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൻ ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഫോം ചെയ്യണം. അപ്പൊ ഈ രണ്ട് റീജിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ബൈ ഡിഫ്യൂഷൻ വി ആർ ഫോമിങ് എൻ ടൈപ്പ് സോഴ്സ് ആൻഡ് ഡ്രെയിൻ റീജിയൻസ്. ഓക്കെ, ദെൻ ഒരു ഓക്സൈഡ് ലെയർ, അല്ലെ? അപ്പൊ നമ്മുടെ ഈ സിലിക്കൺ ഡയോക്സൈഡ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഓക്സൈഡ് ലെയർ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിനാണ്. സോ അബവ് സെമി കണ്ടക്ടർ വി റിക്വയർ എ ഗേറ്റ് ഓക്സൈഡ് ലെയർ. ഓക്കെ, അപ്പൊ ഇവിടെ SiO2 അല്ലെങ്കിൽ SiO2 ലെയർ, SiO2 ലെയർ ആണ് ഗേറ്റ് ഓക്സൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മേലെ എന്ത് വേണം, വി ഹാവ് എ മെറ്റൽ ഗേറ്റ്. ഇത് നമ്മൾ ഒന്നുകിലും മെറ്റൽ അല്ലെങ്കിൽ മിക്കവാറും പോളിസിലിക്കൺ. ഞാൻ നേരത്തെ കപ്പാസിറ്ററിന്റെ കേസിൽ പറഞ്ഞല്ലോ, പോളിസിലിക്കണിന് നമുക്ക് മെറ്റലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു പോളിസിലിക്കൺ ആണ് മിക്കവാറും എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോഴ്സ് ആൻഡ് ഡ്രെയിൻ റീജിയൻസ് ആർ ഫോംഡ് ബൈ ലിത്തോഗ്രഫി ആൻഡ് ഡിഫ്യൂഷൻ പ്രോസസ്. എപ്പോഴും നിങ്ങൾ ഓർക്കും, നമ്മൾ ആ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ ലിത്തോഗ്രഫി ആൻഡ് ഡിഫ്യൂഷൻ പറയുന്നത്, ലിത്തോഗ്രഫി പ്രോസസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അതിന്റെ ഡയമെൻഷനും ലൊക്കേഷനും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലിത്തോഗ്രഫി പ്രോസസ് വെച്ചിട്ട് അവിടെ എച്ചിങ് പ്രോസസ് വെച്ച് ആ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തു, അവിടെ എന്ത് ചെയ്യും, ഇംപ്യൂരിറ്റീസ് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, ദസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഴ്സ് ആൻഡ് ഡ്രെയിൻ റീജിയൻസ് ഫോം ചെയ്യാം. ദെൻ SiO2 ലെയർ വിൽ ആക്ട് ആസ് ദ oxide layer, then above which we are depositing polysilicon or metal to create gate. ഇതാണ് നമ്മുടെ മോസ്ഫെറ്റിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആ എൻമോസ് ഫാബ്രിക്കേഷൻ സീക്വൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ വി ഹാവ് എ സ്റ്റാർട്ടിംഗ് വേഫർ. എൻമോസ് ഫാബ്രിക്കേഷൻ വി ആർ ടേക്കിംഗ് പി ടൈപ്പ് സബ്സ്ട്രേറ്റ്. തിരിച്ചാണെങ്കിൽ ഓർക്കണേ, ഇത് പി ടൈപ്പ്, സോറി പിമോസ് ആണെങ്കിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ എൻമോസ് ഫാബ്രിക്കേഷൻ സീക്വൻസ്, ദർ ഇസ് എ സ്റ്റാർട്ടിംഗ് വേഫർ ആൻഡ് ഫീൽഡ് ഓക്സിഡേഷൻ. വേഫർ is oxidized, that is we are letting it do oxidation process. Okay, so wafer is oxidized to form a uniform field oxide. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ അവിടെ നമ്മൾ തിൻ ഓക്സൈഡ്, തിക്ക് ഓക്സൈഡ് എന്നൊക്കെ ഓക്സിഡേഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ വെറുതെ സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് നമ്മൾ ലിത്തോഗ്രഫി ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റീജിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിലിക്കൺ വേഫറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നേരത്തെ ഒക്കെ SiO2 ലെയർ യൂസ് ചെയ്തത്. ഹിയർ SiO2 എന്ന് പറഞ്ഞാൽ സിംപ്ലി പ്രൊട്ടക്റ്റിനോ അല്ലെങ്കിൽ പാറ്റേണിങ്ങിനോ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല. ഇവിടെ നമുക്ക് എന്താണ്, ഈ SiO2ന്റെ ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ മോസ്ഫെറ്റിലെ ഓക്സൈഡ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ യൂണിഫോം ഫീൽഡ് ഓക്സൈഡിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള രീതിയിൽ വേണം, അതിന്റെ റിക്വയർഡ് തിക്നെസ്സിലേക്ക് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വി ഹാവ് ടു ഗ്രോ ദ ഓക്സൈഡ് ലെയർ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഫീൽഡ് ഓക്സിഡേഷൻ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ പ്രോസസ് വെച്ചിട്ട് എന്ത് ചെയ്യും, വി ആർ forming a uniform field oxide above the surface. Okay, and then by patterning oxide layer to create the source and drain regions. Okay, so we are patterning this oxide layer to open two regions. നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻസിൽ ഈ കേസിൽ ആലോചിക്കാം, നമ്മുടെ BJT-യിലാണെങ്കിൽ 3 റീജിയൻസും ഡിഫറെന്റ് ഡോപ്പിംഗ് ആണ്, ഡിഫറെന്റ് ഡയമെൻഷൻ ആണ്, അല്ലെ? മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മുടെ ഈ 2 റീജിയൻസ്, സോഴ്സ് ആൻഡ് ഡ്രെയിൻ റീജിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഐഡിയൽ ആണ്. ഓക്കെ, അതായത് രണ്ടിലും സെയിം ഇംപ്യൂരിറ്റീസ് ആണ്, അല്ലെ? രണ്ടും N ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പിമോസ് ആണെങ്കിൽ രണ്ടും P ടൈപ്പ് ആയിരിക്കും.
ദെൻ അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്നത്. സെയിം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ്, സെയിം ഡയമെൻഷൻ ആണ്. ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ സോഴ്സും ഡ്രെയിനും തിരിച്ചിട്ടും എടുക്കാം. ഓക്കെ, ഇപ്പൊ എമിറ്റർ ബേസ് കളക്ടർ നിങ്ങൾ BJT ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെർമിനൽസ് ഒരിക്കലും ഇന്റർചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല. എമിറ്റർ ആയിട്ട് നമ്മൾ ഏതാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അത് എമിറ്റർ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ സെയിം ആണ്, ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ സെയിം ആണ്. സോ നിങ്ങൾക്ക് ഏത് ടെർമിനൽ വേണമെങ്കിലും സോഴ്സ് ആയിട്ട് എടുക്കാം, മറ്റേത് ഡ്രെയിൻ ആയിട്ട് എടുക്കാം. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, നമ്മൾ വർക്ക് ചെയ്യുന്ന അത് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കും. ഓക്കെ, സോ സോഴ്സ് ആൻഡ് ഡ്രെയിന് ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റീജിയൻസും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബൈ ലിത്തോഗ്രഫി പ്രോസസ് വെച്ച് എന്ത് ചെയ്യും, വി ആർ പാറ്റേണിംഗ് ദ oxide layer to create the openings and n-type impurities are added. Okay, so n-type impurities are added to the region. Okay, next എന്താണ്, we have to create the gate അല്ലെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് ആ ഒരു ഓക്സൈഡ് ലെയർ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യും. അതിന്റെ സെന്ററിലായിട്ട് അല്ലെ, നമ്മുടെ ആ സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും സെന്ററിലായിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്, വി ഹാവ് എ ഓക്സൈഡ് ലെയർ. ഈ മിഡിലുള്ള ഓക്സൈഡ് ലെയർ, ഇതാണ് ഓക്സൈഡ് ലെയർ കേട്ടോ. ഈ ഓക്സൈഡ് ലെയറിന്റെ മേലെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ആർ മാസ്കിംഗ് ദ അതർ റീജിയൻസ്. ബാക്കി എല്ലാ റീജിയൻസും മാസ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇൻ ഓർഡർ ടു ഗ്രോ ദ ഗേറ്റ് ഓക്സൈഡ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പാറ്റേൺ ചെയ്യുമ്പോൾ ഓക്സൈഡിന്റെ തിക്നെസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഡയമെൻഷനിലേക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, അബൌവ് ദാറ്റ് നെക്സ്റ്റ് എന്താണ്, മെറ്റൽ കോണ്ടാക്ട് പോയിന്റ്സും മെറ്റലൈസേഷനും. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഓക്സൈഡ് ലെയറിന്റെ മേലെ സെന്ററിലായിട്ട് ഇവിടെ ഗേറ്റ് ഫോം ചെയ്യും. ഓക്കെ, പിന്നെ ഈ രണ്ട് റീജിയൻസിൽ എന്താണ് നമ്മുടെ സോഴ്സും ഡ്രെയിനും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മെറ്റൽ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എൻ റീജിയണും അതേപോലെ പി റീജിയൻ, രണ്ട് എൻ റീജിയൻസ് വരുന്നത് അല്ലെ, ഹെവിലി ഡോപ്ഡ് റീജിയൻസ് വരുന്നത്. സോ സോഴ്സ് ആൻഡ് ഡ്രെയിനിലേക്ക് മെറ്റൽ കോണ്ടാക്ട് വേണം. പിന്നെ നമ്മുടെ എന്താണ് ഈ ഓക്സൈഡ് ലെയറിന്റെ മേലെ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു മെറ്റൽ ലെയർ. ഓക്കെ, അപ്പൊ ബൈ മെറ്റലൈസേഷൻ പ്രോസസ് എന്ത് ചെയ്യും, ഈ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മോസ്ഫെറ്റ് ഫോം ചെയ്യാം. ഇപ്പൊ മോസ്റ്റ്ലി നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിൽ മിക്കവാറും മോസ്ഫെറ്റ് തന്നെയാണ് ഉള്ളത്. BJT യൂസ് ചെയ്യുന്നുണ്ട്. BJT തന്നെ യൂസ് ചെയ്യണം എന്നുള്ളടക്കം മാത്രമേ BJT യൂസ് ചെയ്യുന്നുള്ളൂ. അതർവൈസ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഇപ്പം ഒരു സ്വിച്ച് ഒക്കെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ വരുന്ന കേസിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് മോസ്ഫെറ്റ് ആണ്. അതായത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഒക്കെ മോസ്ഫെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ICസിൽ BJTs യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അത്രയാണ് ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേഷന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സിൽ BJTയും മോസ്ഫെറ്റും പറഞ്ഞു. ഇത്രയും കമ്പോണൻസിന്റെ ഫാബ്രിക്കേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്കിനി ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ ഈ മോഡ്യൂളിൽ ബാക്കിയുള്ളത് CMOS ഫാബ്രിക്കേഷൻ സീക്വൻസ് ആണ്.